വേദമന്ത്രങ്ങൾ കേട്ടാൽ മതി, അർത്ഥമറിയണമെന്നില്ല, ആ രീതിക്ക് ചൊല്ലിയാൽ മതി എന്നുള്ള അതിനെക്കുറിച്ചും വേറെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. ഈ വേദോച്ചാരണത്തിൻ്റെ ഉച്ചാരണ രീതി, ഉദാഹരണത്തിന് സ്വരങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും രണ്ട് രീതിയിലാണ്. അപ്പോൾ കേരളത്തിലുള്ള പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഋത്തിക്കുകളായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന രീതിയല്ല തമിഴ്നാട്ടിലും ഗോദാവരി തീരത്തും അതിനത്തൊക്കെ മറ്റു ഉള്ള ഈ പൊതുവെയുള്ള പണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതി വ്യത്യാസമുണ്ട്. ഇനി വടക്കോട്ട് ചെല്ലുമ്പോൾ ഇതിൽ നിന്നൊക്കെ വേറെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിന് ഏകദാനമായിരിക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് പറയാൻ വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ പറയുകയാണ് എൻ്റെ രീതിയാണ് വരുന്നതെന്ന് പറയുന്നു, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ രീതിയാണ് വരുന്നതെന്ന് പറയുന്നു. അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു നിയതമായ രീതി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ ഉപയോഗം പലപ്പോഴും പല സ്ട്രെസ്സുകളുണ്ട്. ഓരോ സ്വരങ്ങളിൽ കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ട്, ഉപയോഗം കൊണ്ട്, അത്തരത്തിലുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള ഉപയുക്തതകൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ കുറച്ച് ദൂരെ കൂടെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്, വേറൊന്നും കൊണ്ടല്ല. അത് വളരെ ഗഹനമായിരിക്കുന്ന പഠനം ആവശ്യപ്പെടുന്നൊരു വിഷയമാണത്. അപ്പോൾ അത്തരത്തിലൊരു ഉപയോഗമുള്ള ഇപ്പോൾ തന്നെ തൃഷ്ടുപ്പ് മന്ത്രം, ഉദാഹരണത്തിന് തൃഷ്ടുപ്പ് മന്ത്രം എന്ന് സാധാരണ അഗ്നേയ തൃഷ്ടുപ്പ് എന്ന് വിളിക്കാറുണ്ട്. അത് അഗ്നി സൂക്തങ്ങളിലുള്ള ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ പ്രയോഗ രീതികളിൽ, അതിൻ്റെ ഉച്ചാരണ രീതികളിലുള്ള വ്യത്യാസമനുസരിച്ച് തന്നെ അതിന് ഉപയോഗം വ്യത്യാസം വരും. 4 രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രയോഗ രീതി, അത് തുടങ്ങുന്ന രീതി, അവസാനിപ്പിക്കുന്ന രീതി, ഇങ്ങനെ പല ഭാഗത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിനെ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു യൂണിഫോമിറ്റി ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആദ്യം ചോദിച്ച ഇതല്ല, അതിൻ്റെ ശ്രവണം മാത്രം സാധ്യമായാലും മതിയെന്നുള്ളത്. ഫൊണറ്റിക്കാണ് ബേസിക്കലി. അതിൻ്റെ ലിറിക്സിനേക്കാൾ പ്രധാനം ഫൊണറ്റിക്കായിട്ടുള്ള ശബ്ദവിന്യാസമാണ് എന്നതാണ് അതിന് പറയുന്ന ഒരു ന്യായം. അങ്ങനെയുള്ളതുകൊണ്ടാണ് ആ ശബ്ദശ്രവണം തന്നെ നല്ലതാണെന്ന് പറയുന്നതിന് കാര്യം.